സ്വർലോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിപ്പാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ഞങ്ങളുടെ വന്ദനം നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തിന് എല്ലാറ്റിനും സന്തോഷത്തോടെ നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് പ്രകാരമുള്ള കൃപായുഗത്തിൽ ദൈവം ഈ ലോകത്തിൽ നൽകിയിരിക്കുന്ന വിശേഷമായ 5 നന്മകളിൽ 4ാമത്തെ നന്മയാണ് പരിശുദ്ധാത്മാവ്. 1ാമത്തെ നന്മ യേശുക്രിസ്തുവായിരുന്നു. 2ാമത്തേത് അവിടുത്തെ തിരുവചനമായിരുന്നു. 3ാമത്തേത് യുഗം മാറ്റി തന്നതായിരുന്നു. ന്യായപ്രമാണ യുഗം മാറ്റി കൃപായുഗമാക്കി തന്നു. 4ാമത് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. 5ാമത് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ ദൈവം നിയമിക്കുന്നു. അതാണ് അടുത്ത എപ്പിസോഡ് വരാൻ പോകുന്നത്. ഇത്രയും മഹത്തായ കാര്യം ചെയ്തത് ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് വാക്കിൽ മാത്രം തീർക്കാതെ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടുത്തി തന്ന മഹനീയമായ ശ്രേഷ്ഠമായ അനുഗ്രഹം ഇതിന് തുല്യം വെക്കാൻ പകരം പറയാൻ മറ്റൊന്നില്ല തന്നെ, ഉണ്ടാകത്തുമില്ല. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചും വായിച്ചും കേട്ടതായ വചനം വീണ്ടും ഒന്നുകൂടി ആ ഒരു വാക്യം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:7-8 വാക്യങ്ങൾ. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് വെള്ളമല്ല, കാറ്റല്ല, ആവിയല്ല, എണ്ണയല്ല, കുഴമ്പും അപ്രകാരമുള്ള ഒന്നുമല്ല. യേശുക്രിസ്തുവിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ ഒരുവനായ മഹാദൈവമാണ്. അവിടെ അഭിപ്രായ വ്യത്യാസമില്ല, ആശയപ്പൊരുത്തക്കേടില്ല, എല്ലാം ഒന്നുപോലെ നടക്കുന്നതുകൊണ്ട് അവൻ 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 എന്ന് പറയുന്ന പ്രയോഗം പരിശുദ്ധാത്മാവിനെ പറയുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, ആളത്വമുള്ളതാണ്. അപ്പോൾ ഇത് പറഞ്ഞ ശിഷ്യന്മാരോട് മാത്രമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ യേശു ശിഷ്യന്മാരോട് മാത്രം സംസാരിക്കുന്ന അധ്യായങ്ങളാണ്. യേശു സമാപന ശുശ്രൂഷ തീർക്കുന്ന അധ്യായങ്ങളാണ്. യേശുവിൻ്റെ യാത്ര പറയുന്ന അധ്യായങ്ങളാണ്. ഒന്ന് കേട്ടെ. അപ്പോൾ ഈ 16-ാം അധ്യായം 7-8 വാക്യത്തിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. അതിന് മുന്നിലത്തെ അധ്യായത്തിലും വാക്യങ്ങളിലും പറയുന്നു, ഞാൻ പോകുന്നെന്ന് കേട്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖമുണ്ട്, നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പീൻ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് പറയാം, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ വരികയില്ല. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരികയില്ല. ഞാൻ പോയാൽ അവനെ അയക്കും. അവൻ വന്നാൽ എന്തു ചെയ്യും? ഈ കാര്യത്തിൻ്റെ അടിസ്ഥാന ഭാഗങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കേട്ടു. അത് പരിശോധിച്ചറിഞ്ഞു. പരിശുദ്ധാത്മാവ് വന്നാൽ അവന് 3 ഡ്യൂട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട 3 ഡ്യൂട്ടി. ഒന്നാമത്തത് പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തൽ, 2ാമത് നീതിയെക്കുറിച്ചുള്ള ബോധം വരുത്തൽ, 3ാമത് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം വരുത്തൽ. വർത്തമാനകാലത്ത് എന്താണ് സംഭവിക്കുന്നത്? വർത്തമാനകാലത്ത് സംഭവിക്കുന്നത് പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തലാണ്. പാപത്തെക്കുറിച്ച് ബോധം വന്ന ഒരാൾക്ക് നീതിയെ ബോധം വരുത്തി കൊടുക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവ് മുഴു ലോകത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, യേശു ആകെ ഇവിടെ സഞ്ചരിച്ച് പ്രവർത്തിച്ചത് 3.5 വർഷമാണ്. യേശുവിൻ്റെ ആകെ പ്രായം 33 വർഷം യേശു
തൻ്റെ ദൗത്യം നിർവഹിച്ച് കഴിഞ്ഞ് ആരോപണം ചെയ്തു, സ്വർഗാരോപണം ചെയ്തു. പരിശുദ്ധാത്മാവ് സഭയെ കൊണ്ടേ പോകത്തുള്ളൂ. സഭയുടെ പരിശുദ്ധാത്മാവിൻ്റെ കാലാവധി ഏതുവരെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ തുടക്കം എവിടെയാണ്? യേശു സ്വർഗാരോപണം ചെയ്തതിൻ്റെ 10-ാം ദിവസത്തിലാണ് പരിശുദ്ധാത്മാവ് വന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് സഭയുമായിട്ട് പരിശുദ്ധാത്മാവ് പുറത്ത് പോകും. അതുവരെയുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ കാലം. എന്ന് പറഞ്ഞാൽ ഇത്രയും ദീർഘമായ ഒരു കാലഘട്ടം മറ്റ് ഒരു കാലത്തിലും ദൈവം അനുവദിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല. അങ്ങനെ പരിശുദ്ധാത്മാവ് ലോകത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പാപത്തെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തുന്നതാണ്. ആ ബോധം വരുത്തുന്നതിൻ്റെ അടയാളങ്ങളും ബോധം വരുത്തുന്നതിൻ്റെ ദിശയും ശബ്ദവുമാണ് സുവിശേഷം. ആ സുവിശേഷം എല്ലാ ഭാഷകളിലും വിവിധ തരത്തിലുള്ള ആൾക്കാർ യേശുവിന് പകരമായിട്ടെന്ന പോലെ ലോകം മുഴുവൻ സഞ്ചരിച്ച് ഇത് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ, ഈ സമയത്തെ അലക്ഷ്യമായി, ഉപേക്ഷയായി, ഉദാസീനമായി കളയുന്ന ആൾക്കാർക്ക് പിന്നീട് ഇങ്ങനൊരു ചാൻസ് ഇല്ല. സഭ ഏത് സമയത്ത് ലോകത്ത് പോകാം. യേശുവിൻ്റെ സഭ ലോകത്ത് പോകുന്നതിന് സമയവും അല്ലെങ്കിൽ അടയാളങ്ങളും ഒന്നും വേറെ പറഞ്ഞിട്ടില്ല. അടയാളങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പറയുന്നത് 1-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ 5-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ പറ്റി യേശു എന്താണ് പറഞ്ഞത്? യേശു ആ 1-ാം അധ്യായത്തിൽ സ്വർഗാരോഹണം ചെയ്യുകയാണ്. അവർ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? 1-ാം അധ്യായം 5-ാം വാക്യം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന്. പരിശുദ്ധാത്മാവോട് സ്നാനം ലഭിക്കും. പരിശുദ്ധാത്മാവോട് സ്നാനം തരുന്നത് പിതാവാം ദൈവമാണ്. വെള്ളം കൊണ്ട് സ്നാനം നൽകുന്നത് ദൈവം നിയമിക്കപ്പെട്ട അഭിഷിക്തന്മാരായ ദൈവദാസന്മാരാണ്. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് വരുന്നതും വെള്ളം ഭൂമിയിലുള്ളതും ഭൂമിയിൽ നടക്കേണ്ടതായ പ്രവൃത്തിയുമാകയാൽ, അത് അക്ഷയകമായി പ്രവൃത്തിയാൽ കാണിക്കപ്പെടുന്ന പ്രയോഗമാകയാൽ അതിന് ഭൂമിയിൽ തന്നെ ദൈവം ആൾക്കാരെ വെച്ചു. പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിന്ന് അയച്ചു. അത് വന്നു. അവൻ്റെ യൂണിവേഴ്സിറ്റി ഓർത്ത് നോക്കുക. ഞാനത് മനസ്സിലാകാൻ വേണ്ടി ഇന്നത്തെ ഭാഷാന്തരത്തിൽ ചേർത്ത് പറയുന്നതേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി ഒന്നും പുസ്തകത്തിലില്ല. അത് മനസ്സിലാകുന്നതിനൊരു ഭാഷയെ ഉപയോഗിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ യൂണിവേഴ്സിറ്റി, പരിശുദ്ധാത്മാവെന്ന പ്രിൻസിപ്പാൾ. ഇതിന് തുല്യം വെക്കാൻ, തുല്യം പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഏതെങ്കിലും നേതാക്കന്മാരുണ്ടോ? ഉണ്ടോ? ബുദ്ധി തെളിയട്ടെ, മനം തെളിയട്ടെ, സത്യം അറിയട്ടെ, കാര്യം മനസ്സിലാക്കാൻ ഇടയാകട്ടെ. എന്നാൽ അവരവർക്ക് നല്ലത്. പരിശുദ്ധാത്മാവാകുന്ന പ്രിൻസിപ്പാൾ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. എന്താണ് പാപമെന്ന് മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. എന്നോടൊരിക്കലും ഒരു പട്ടക്കാരൻ പറഞ്ഞതാണ്, നിങ്ങൾ ഈ പാപി എന്ന് പറയരുത്. ഞാൻ പറഞ്ഞു, ഞാൻ പാപി എന്ന് പറയുന്നത് ഞങ്ങളല്ല. പാപിയാണെന്ന് പഠിപ്പിച്ചതും പഠിപ്പിക്കുന്നതും ഈ ക്രിസ്തീയ സമൂഹമാണ്, ഞങ്ങളല്ല എന്നുമായിട്ട് ആ ഭാഗം വിടുന്നു. അപ്പോൾ പാപി എന്നുള്ള ശബ്ദത്തിന്, പാപത്തിന് ഉള്ള പ്രതിഫലം, ശമ്പളം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ പ്രതിഫലം നരകരാജ്യമാണ്. യേശു ആ കാര്യം ലൂക്കോസ് 16 വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഞാൻ വിടുന്നു. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ ലോകത്തിൽ വന്നെങ്കിൽ ഓർക്കുക, ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എന്നെ പോലെയുള്ളവർക്കോ അല്ലെങ്കിൽ എളിയവനായ എനിക്കോ അപ്പോൾ തന്നെ ഒരു പാദം ഒന്നുറക വരെ ഒരു പവർ വ്യാപരിക്കുകയാണ്. കറണ്ട് ഷോക്ക് അടിക്കുന്നത് പോലെ വ്യാപരിക്കുകയാണ്. എന്താണ്? വചനവും പരിശുദ്ധാത്മാവും കൂടെ ഒന്നിച്ചേരുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാകുന്നു. വചനം വരുമ്പോൾ ആത്മാവും വരുന്നു, ആത്മാവ് വരുമ്പോൾ വചനവും വരുന്നു, ആത്മാവും ജീവനുമാകുന്നു. ആ ജീവൻ്റെ വചനം, ആ ജീവൻ്റെ ശക്തി, പവർ, അത് ആത്മാവിൽ ദൈവം നമുക്ക് തന്ന ദാനമാണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞ 3 വാക്കിന് മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് ഒരു വാക്തത്വമാണ്. മറ്റൊന്ന്, പരിശുദ്ധാത്മാവ് ഒരു അഭിഷേകമാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ്. ഇതൊക്കെ ദൈവം തന്നിരിക്കുന്നത് ഓരോ മനുഷ്യനും ദൈവത്തിലേക്ക് വന്നാൽ അവരെ സന്തോഷമുള്ളവരാക്കി, ദർശനമുള്ളവരാക്കി, പ്രത്യാശയുടെ തീരത്തേക്ക് നടത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന പവർ ഹൗസാണ്. അപ്പോൾ പോട്ടെ, നമുക്ക് അവിടെ നിർത്താം. അവിടെ വിട്ടിട്ട് 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ. 14-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? 14-ാം വാക്യത്തിൽ എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും
അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അടുത്തത്. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ 120 പേരായിരുന്നു ആ സംഘം. യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ കൽപ്പന അനുസരിച്ചുകൊണ്ട് യേശു ഓഫർ ചെയ്ത വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി ഇവർ നേരത്തെ പാർത്തുകൊണ്ടിരുന്നതായ സഞ്ചരിച്ചിരുന്നതായ ഒരു വീട്ടിനകത്ത് കയറി 120 പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഒരു മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാവരും യേശു പറഞ്ഞ ആത്മാവിന് വേണ്ടി ചോദിക്കുന്നു. യേശു പറഞ്ഞ ആത്മാവിന് വേണ്ടി, യേശു അയക്കുന്ന ആത്മാവിന് വേണ്ടി ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 2-ാം അധ്യായം 4-ാം വാക്യം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പത്രോസ് പഠിപ്പിച്ചതല്ല, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചതല്ല, അതുവരെ ഇത് ഉണ്ടായിരുന്നതുമല്ല. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. ആത്മാവ് നിർജ്ജീവമല്ല, ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞപ്പോൾ ഓരോരുത്തരും അന്യഭാഷ പറഞ്ഞു തുടങ്ങി. ആ ഭാഷ അവിടെയുള്ള ഗലീലക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലായിരുന്നു. വിവിധ തലകളിൽ നിന്ന് വന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി. എന്താ കാരണം? അവരവരുടെ ഭാഷകളിൽ. ഇതെല്ലാം ദൈവത്തിൻ്റെ കാര്യപരിപാടിപ്പെട്ട ഇനമാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വന്നത്, അവിടെ സ്ത്രീകളും കന്യമറിയാമും ഉണ്ടായിരുന്നു. ഞാൻ കന്യമറിയാമിനെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു വനിതയാണ്, അഥവാ സഹോദരിയാണ്. എന്തെന്നാൽ ഇവർക്കിപ്പോൾ ഏകദേശം 55 വയസ്സോളം പ്രായമുണ്ട്. അവരെന്തിനിരിക്കുന്നു എന്ന് ചോദിച്ചു നോക്കൂ. എത്ര ദിവസം ഇരുന്നു എന്ന് ചോദിച്ചു നോക്കൂ. എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചു നോക്കൂ. അതേ ചോദ്യം ഈ ബൈബിളിൽ കാണുന്ന ഏതെങ്കിലും വിശ്വാസിയായ ഒരു സഹോദരിയോട് ചോദിച്ചു നോക്കൂ. അവൾ പറയും, ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടിയിരുന്നു, എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, ദൈവം എനിക്ക് അന്യഭാഷ തന്നു, അഗ്നിനാവ് പോലെ പടർന്നിക്കുന്ന നാവുകൾ എനിക്ക് പ്രത്യക്ഷമായി. അതേ കാര്യം കന്യമറിയാമ്മയോട് ചോദിച്ചു നോക്കൂ. അത് തന്നെ ആ സഹോദരിയും പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. പത്രോസിനോട് ചോദിച്ചു നോക്കൂ, യോഹന്നാനോട് ചോദിച്ചു നോക്കൂ, യാക്കോബിനോട് ചോദിച്ചു നോക്കൂ. അവരെൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു. അന്യഭാഷയെ സംസാരിച്ചു. അപ്പുറം ഇപ്പുറം എന്ന് സംസാരിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വിവേചനം അതിനകത്തില്ല. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥന്മാരായ ദൈവം വിളിച്ചു വരുന്ന ഏവർക്കുമുള്ളതല്ലോ. ഇതാണ് പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ കൺക്ലൂഡിങ്. വാഗ്ദത്തം, ഇത് വാഗ്ദത്തമാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇതില്ലാതെ മനുഷ്യൻ മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആത്മാവിൻ്റെ നിറവും നിയന്ത്രണവും നിയോഗവും നിയമനവും ദൈവത്തിൻ്റെ ഭാഗത്ത് മാത്രം കിടക്കുന്ന കാര്യമാണ്. എനിക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഞാൻ വിശ്വസിക്കണം. അതിന് ഇടയ്ക്ക് കയറി വേറൊരു വാക്യം ഒന്ന് പറഞ്ഞോട്ടെ. ആ വാക്യം ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. എന്താണ് വായിച്ചത്? യാചിക്കുന്നവർക്ക് എത്രയധികം കൊടുക്കും. ആർക്കാണ് കൊടുക്കുന്നത്? യാചിക്കുന്നവർക്ക്. ആരാണ് യാചിക്കുന്നത്? മക്കളായി തീർന്നവർ. എങ്ങനെയാണ് മക്കളായത്? വീണ്ടും ജനനത്താൽ. എന്താണ് വീണ്ടും ജനനം? മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ, സ്വർഗം മുദ്രയിട്ട് അംഗീകരിക്കുമ്പോൾ, സ്വർഗത്തിലെ ജീവസ്തവത്തിൽ പേർ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ, അവൾ മകളായി, അവൻ മകനായി. മകനും മകൾക്കുള്ളതാണ് വാഗ്ദത്തം. മകനും മകളും ആകുന്നത് വരെ വാഗ്ദത്തവും ഇവരുമായിട്ട് ബന്ധമില്ല. മകനും മകളും ആയിക്കഴിഞ്ഞപ്പോൾ വാഗ്ദത്തത്തിൻ്റെ അവകാശിയായപ്പോൾ അവർക്ക് ദൈവം കൊടുക്കുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെ വന്നു. അങ്ങനെയാണ് ആത്മാവിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. എവിടെ? ഭൂമിയിൽ ആരംഭിക്കുന്നത്. എപ്പോൾ? പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ ചില ദിവസങ്ങൾക്ക് ഉള്ളിൽ ആരംഭിച്ചത്. പെന്തക്കോസ്ത് പെരുന്നാളിന് വന്ന 3000 പേര് അന്ന് കർത്താവിലേക്ക് വരുന്നതിന് ഇടയായി.
പാവബോധം അവർക്കുണ്ടായി. അവർക്ക് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധമുണ്ടായി. അവരുടെ പിതാക്കന്മാർ ചെയ്ത തെറ്റിനെക്കുറിച്ച് ബോധമുണ്ടായി. പിതാക്കന്മാർ യേശുവിനെ ക്രൂശിൽ തൂക്കി കൊന്നതിൻ്റെ തെറ്റവർക്ക് ബോധം വന്നു. അങ്ങനെ അവർ ചോദിച്ചു, സഹോദരന്മാരെ പുരുഷന്മാരെ എന്ന് പത്രോസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കേൾക്കണം. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനം ഏറ്റെന്ന് 3000 പേർ അവരോട് ചേർന്നു. ഈ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ഒരു നിമിഷം നിഷ്പക്ഷമായി മനസ്സോടെ ഒന്ന് വിലയിരുത്താമോ? ഏത് പശ്ചാത്തലത്തിലുള്ള ആളാകട്ടെ നിങ്ങൾക്ക് മലയാളം മനസ്സിലാകുമല്ലോ. വിലയിരുത്താമോ? വിലയിരുത്തിയാൽ യേശു മുതൽ ഇങ്ങോട്ട് തുടങ്ങാമോ? യേശു സ്നാനപ്പെട്ട് കയറിയപ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ചോ? ഒരു വാക്ക് പറഞ്ഞോ സ്വർഗത്തിൽ നിന്ന്? ഇവനെൻ്റെ പ്രിയപുത്രനെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിന്നീട് പറഞ്ഞോ, ഇവന് ചെവി കൊടുക്കാൻ പറഞ്ഞോ ദൈവം തമ്പുരാൻ? ഇത്ര നിർമ്മലമായ സത്യത്തിൻ്റെ മുമ്പിൽ എത്ര നാൾ നാം ഇങ്ങനെ പിടിച്ചു നിൽക്കും? ഇത് വിട്ട് എങ്ങനെ മാറി നിൽക്കും? ഈ മകനീയമായ നന്മയ്ക്കും എതിരായിട്ട് എത്ര കാലം നാം സംസാരിക്കും? ആരെങ്കിലും അന്യഭാഷ പറയുന്നത്, ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നതോ, പ്രസ്സിൽ നിന്ന് പഠിച്ചതോ, അല്ലെങ്കിൽ അച്ചടിച്ച് പഠിപ്പിച്ചതോ എന്തോ ആയിക്കോട്ടെ സഹോദരി, നിനക്ക് വേറെ ദൈവത്തിൽ നിന്ന് ശരിയായ ഭാഷ മേടിച്ചുകൂടെ? നീ അത് മേടിച്ചോ? അവന് വിധിക്കാൻ പോകുന്ന എന്തിനാ? അവൻ ദൈവം വിധിക്കട്ടെ. ഈ വിധമായ കൃത്രിമമാണ് അവൻ്റെ കയ്യിലുള്ളതെങ്കിൽ ദൈവം വിധിക്കട്ടെ എന്ന്. ശരി. അപ്പം അതുകൊണ്ട് പറഞ്ഞു വന്ന കാര്യം മനസ്സിലാക്കാനിടയാകട്ടെ. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആരംഭിച്ചത് യേശു ക്രിസ്തുവിൽ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിലെ 38-ാമത്തെ വാക്യം നോക്കിയാൽ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അടുത്തത്, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാവുന്നു പറഞ്ഞത്. അടുത്തത്, യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. യേശു സ്വർഗാരോഹണം ചെയ്തിട്ടില്ലായകയാൽ, തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ആത്മാവ് വന്നപ്പോൾ വലിയ ദൈവപ്രവൃത്തി നടന്നു. ഇത് നിഷേധിക്കുന്നെങ്കിൽ അത് വെറും മണ്ടന്മാരായ ആൾക്കാരെ അവിശ്വസിക്കത്തുള്ളൂ. നോക്കുക, അന്ന് ആത്മാവ് വന്നു. പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് വന്നു. അതുകൊണ്ടാണ് ഈ സഭയ്ക്ക് പലരും ഓമന പേരിട്ടെന്ന പോലെ ആശയിച്ച് വിളിച്ചതാ പെന്തക്കോസ്തുകാരെന്ന്. അങ്ങനെ ഒരു കാര്യം ലോകത്തിലില്ല, പുസ്തകപ്രകാരമില്ല. പിന്നെന്താ? ദൈവമക്കൾ എന്നുണ്ട്, വിശുദ്ധന്മാർ എന്നുണ്ട്, ദൈവസഭക്കാരെന്നുണ്ട്, അങ്ങനെ കൊട്ടുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആൾക്കാരെന്നുണ്ട്. ഇതൊക്കെ അല്ലാതെ ഞാൻ ആ ഭാഗം വിടട്ടെ. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ആത്മാവ് വന്നപ്പോൾ എല്ലാവരും ആത്മാവിൽ എരിഞ്ഞു കത്തി. അന്ന് 3000 പേർ മാനസാന്തരപ്പെട്ടു. ഇതാണ് സത്യം. സഭയുടെ തുടക്കവും ഇതവിടെയാണ്. അങ്ങനെ മാനസാന്തരപ്പെട്ടവർ, റോമാലേഖനം 8:9 ഒന്ന് വായിക്കാം. റോമാലേഖനം 8:9. അങ്ങനെ മാനസാന്തരപ്പെട്ടവർ ഒരുമിച്ച് കൂടി ആരംഭിച്ചതാണ് ദൈവസഭ. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്തുകൊണ്ട് 2-ാമത് ഒടുക്കത്തിലെ ഒടുവിലത്തെ വാക്യം അതാണ്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നവരാണ് ഇതുള്ളത്. അവരാണ് ആത്മാവിനെ പ്രാപിക്കേണ്ടവർ. ദൈവത്തിന് സ്തോത്രം. വായിച്ചാട്ടെ റോമാലേഖനം 8:9. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജഡസ്വഭാവമേ ഉണ്ടാവുള്ളൂ. ആത്മാവസ്ഥ ജഡസ്വഭാവം പോവും. വായിച്ചാട്ടെ. ആത്മസ്വഭാവമുള്ളവരത്രേ. സ്വഭാവം മാറി. അടുത്തത്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. പോയി നമ്മുടെ ആകെ ഉള്ള ഗ്യാസ് പോയി. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. കേട്ടോ എത്ര കാലമായി കേട്ടിട്ടും കണ്ടിട്ടും ഈ പുസ്തകം കയ്യിൽ വെച്ചിട്ടും, പുസ്തകം വീട്ടിൽ വെച്ചിട്ടും, അലമാരിൽ വെച്ചിട്ടും, മേശയിൽ വെച്ചിട്ടും നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടന്നിട്ടും എത്ര കാലമായി? സാത്താൻകാരായിരിക്കാൻ വേണ്ടി മേടിച്ചിട്ടൊക്കെയാണോ? ഇതുപോലെ 1000 പുസ്തകം ഒന്നിച്ചടക്കി വെച്ചാൽ സാത്താൻ കയറും. ഒറ്റ പുസ്തകം ഇല്ലെങ്കിലും വിശ്വസിക്കുന്നവരുടെ അടുത്ത് സാത്താൻ കയറത്തില്ല, രക്ഷിക്കപ്പെട്ടവരുടെ അടുത്ത്. അത് പോട്ടെ, നമുക്ക് ആ ഭാഗം വിടാം. ഇവിടെ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അവനുള്ളവനല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ബാക്കി പറയണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ.
ലൂക്കോസ് 24:49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. യേശു ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. നിങ്ങൾ ശക്തി ധരിച്ചിട്ടേ പോകാവൂ. ശക്തി ധരിക്കുവോളം. 1 മണിക്കൂർ പോയിരുന്ന് എന്തെങ്കിലും പറഞ്ഞ് പാട്ടും പാടി എഴുന്നേരുവാനല്ല പറഞ്ഞേ. ശക്തി ധരിക്കുവോളം. അത് നിന്റെ അവകാശമാണ്. ആ വരുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ പേര് കേട്ടോ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് കയറണമെങ്കിൽ ആ പാത്രം പാകപ്പെടണം, രൂപപ്പെടണം, ഏറ്റുപറയണം, അശുദ്ധിയൊക്കെ വിട്ടുകളയണം, പ്രതിജ്ഞ എടുക്കണം, സറണ്ടറിങ് നടക്കണം, കർത്താവുമായിട്ട് ഒരു ഉഭയസമ്മതം ഉണ്ടാകണം. ഉഭയസമ്മതം. എൻ്റെ ആയുസ് തീരുന്നത് വരെ ഞാൻ അങ്ങയുടെ പുറകെ അങ്ങോട്ട് കൂടെ. എനിക്ക് ജീവിക്കാൻ ശക്തി തരണം. ഞാൻ ബലഹീനനാണ്, ഞാൻ ദുർബലനാണ്, ഞാൻ അല്പനാണ്, ഞാൻ നിസ്സാരനാണ്. എന്നെ ശക്തീകരിക്കണം, എനിക്ക് ആത്മാവിനെ തരണം. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവന് നൽകുന്ന ദൈവത്തിൻ്റെ ദാനത്തിനാണ് പറഞ്ഞ വാക്തത്വം നിനക്കും ഉള്ളതാണെന്ന്. ആ വാക്തത്വം പ്രാപിക്കുക എന്നത് ഒരു SC/ST കാരനാണെങ്കിലും ലഭ്യമാണ്, ഒരു പള്ളിക്കാരനാണെങ്കിലും ലഭ്യമാണ്, മറ്റ് മതക്കാരനാണെങ്കിലും ലഭ്യമാണ്. അത് പ്രാപിക്കണം. പ്രാപിക്കുവോളം ഇരിക്കണം. ഒരു വട്ടം ഇത്ര ദിവസം ഇരുന്നിട്ട് കിട്ടിയില്ല, അടുത്ത വട്ടം ഇരിക്കണം, പിന്നെ ഇരിക്കണം. കിട്ടും. നിനക്ക് അവകാശപ്പെട്ടതാണ്. മക്കൾ എങ്കിൽ അവകാശികളുമാകുന്നു. അങ്ങനെയാ വചനം പറയുന്നത്. മക്കൾ എങ്കിൽ അവകാശികളുമാകുന്നു. ഒരാൾ ആത്മാവിനെ പ്രാപിച്ചു എന്ന് എങ്ങനെ അറിയാം? 1 ശമൂവേൽ 10-ാം അധ്യായം. എങ്ങനെ അറിയാം? ദൈവത്തിന് സ്തോത്രം. ആമേൻ. പെട്ടെന്ന് 1 ശമൂവേൽ 10-ാം അധ്യായം 6-ാം വാക്യവും പിന്നീട് 9-ാം വാക്യം. 6-ാം അധ്യായം ആദ്യം വായിക്കുക. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ആത്മാവ് വരുമ്പോ ശക്തിയോടെ വരും. എടുത്തു പറയാൻ 100 കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ യേശുവിൽ ആരംഭിച്ചു, ശിഷ്യന്മാരിൽ പ്രവേശിച്ചു, കന്യാമറിയാമിൽ പോലും ആത്മാവ് പ്രവേശിച്ചു. അതുപോലെ തലമുറകൾ കൈമാറി. ഈ 21-ാം നൂറ്റാണ്ടിൽ ആത്മാവ് വ്യാപരിക്കുന്നവർ ധാരാളം. അത് ലോകം മുഴുവനും ദൈവാത്മാവിൻ്റെ തീ ആളിക്കത്തുകയാണ്. ആർക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ ഓർത്തു വെച്ചു, ആളിക്കത്തുകയാണ്. അലസരും ഉദാസീനരും സംശയാലുക്കളും അവിശ്വാസികളുമായവർക്ക് അത് അറിഞ്ഞുകൂടാ, അത് ലഭ്യമല്ല. പേരുകൊണ്ടാരും നന്നാകുന്നില്ല, നേരുകൊണ്ടാണ് നന്നാകേണ്ടത്, നേരുകൊണ്ട്. അപ്പോൾ ആത്മാവ് രാജാവാം ശമൂവേലേ നിന്റെ മേൽ വന്നാൽ നീ ആളുമാറിയതുപോലെ കാണും. 9-ാം വാക്യം, ആ അധ്യായത്തിന് 9-ാം വാക്യം. 1 ശമൂവേൽ 10:9. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. അപ്പൊ ഹൃദയം മാറ്റി വേറെ കൊടുത്തു, സ്വഭാവം മാറ്റി കൊടുത്തു, ആൾ മാറിയതുപോലെ ആയി. ബോഡിക്ക് മാറ്റം വന്നില്ല, മാറ്റം വരില്ല. പിന്നെ എന്താ? മുഖത്തിന് മാറ്റം വരും, സ്വരത്തിന് മാറ്റം വരും, ഇടപെടലിന് മാറ്റം വരും. ആൾ മാറി. ഭൂമിയിൽ മനുഷ്യൻ്റെയും മതങ്ങളുടെയും വ്യക്തിയായിരുന്ന ആൾ ദൈവരാജ്യത്തിലെ വ്യക്തിയും ദൈവത്തിൻ്റെ മകളുമായി മാറിയപ്പോൾ സ്വഭാവം മാറി, ഹൃദയം മാറി. ഇത് കള്ളക്കഥയാണോ അതോ സംഭവിച്ച കാര്യമാണോ? എത്ര കാലമായി നമ്മൾ ഈ പേരുകൊണ്ടൊക്കെ നടക്കുന്നു? വല്ലതും ആയോ? ഉണ്ടോ? 10 കന്യമാരുടെ ഊമ്മയും പറഞ്ഞ് നടക്കുകയല്ലേ? അത് എന്നാന്ന് പോലും അറിയത്തില്ലല്ലോ. ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? നിങ്ങൾ കേട്ടതൊന്നുമല്ല അതിൻ്റെ കാര്യം, അതൊന്നുമല്ല അതിൻ്റെ കിടപ്പ്. അങ്ങനെയല്ല. പോട്ടെ, ഞാൻ ആ ഭാഗം വിടുന്നു. എൻ്റെ വാക്കുകളെ ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി കൂടെ പറയട്ടെ. റോമാലേഖനം 8-ാം അധ്യായം വേഗം ഞാൻ അവസാനിപ്പിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. ആത്മാവിൻ്റെ പ്രവൃത്തിയിൽ പ്രധാനപ്പെട്ട ഒരു ഇനം. ആമേൻ. ആ പ്രധാനപ്പെട്ട 3 ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു ഇനമുണ്ട്. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. നമ്മൾ ബലഹീനരാണെന്ന് ആത്മാവ്
സർട്ടിഫൈ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ബലഹീനർ ആയിക്കോട്ടെ, ഞാൻ കൂടെ നിന്നോളാം, അപ്പോൾ ബലമാവും. ബലഹീനർക്ക് തുണ നിൽക്കുന്നു. അടുത്തത്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. പ്രാർത്ഥിക്കാൻ പോലും പാർട്ടിക്ക് അറിയത്തില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ആത്മാവിനറിയാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന്. കാരണം ആത്മാവിനറിയാം പിതാവായ ദൈവം ആരാണെന്ന് കൃത്യം അറിയാം. ആത്മാവിനറിയാം സ്വർഗരാജ്യം എങ്ങനെയുള്ളതാണെന്ന് അറിയാം. ആത്മാവിനറിയാം സഭ എങ്ങനെ പണിയണമെന്ന് അറിയാം. ആത്മാവിനറിയാം സഭ പോകുമെന്നറിയാം. സഭ പോകുമ്പോഴേക്കും ഈ ജനത്തെ പാകപ്പെടുത്തി പരുവപ്പെടുത്തി ഒരുക്കിയെടുക്കണമെന്ന് ആത്മാവിനറിയാം. അറിയേണ്ടതായ ആത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ എന്നെ കുറേശ്ശെ ഭാഗമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ആത്മാവില്ലാത്തവനെ അവനുള്ളവനല്ല. ആത്മാവില്ലാത്തവൻ ഇങ്ങനെ അതും ഇതും പറഞ്ഞ് കാലം പോകും, അതും ഇതും കേട്ട് കാലം പോകും. കഷ്ടം. ഇത്രയും കാലമായിട്ട് ക്രൈസ്തവ ലോകത്ത് വ്യാപരിക്കുന്ന ദുഷിപ്പിനെയും ദുർനടപ്പിനെയും ദുഷ്കർമ്മത്തെയും വിട്ട് മാറാൻ മനസ്സില്ലാത്ത പ്രസ്റ്റീജിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്തുന്ന നാളുകളും സ്വസ്ഥതയും സമാധാനവും ആത്മരക്ഷയും ദൈവരാജ്യവും നഷ്ടപ്പെടുത്തുന്ന സഹോദരങ്ങളെ, മടങ്ങുക, തിരിച്ചു വാ, യഥാസ്ഥാനപ്പെട്, ദൈവത്തോടെ യഥാസ്ഥാനപ്പെട്. ദൈവം സാങ്കല്പികമല്ല, ഉണ്ടാക്കിയ ദൈവമല്ല, നിന്നെ ഉണ്ടാക്കിയ ദൈവമാണ് ദൈവം, എന്നെ ഉണ്ടാക്കിയ ദൈവമാണ് ദൈവം. ആ ദൈവത്തിൽ വാ, നമുക്ക് ആ ദൈവത്തിലേക്ക് ചെല്ലാം. ഇവിടെ പറഞ്ഞ കേട്ടോ, ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് വാദിക്കുന്നു. ഇതെന്നെ പക്ഷപാതം. പക്ഷം നിൽക്കുന്നു എന്നല്ല, പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി വാദിക്കുന്നു എന്നർത്ഥം. എനിക്ക് വേണ്ടി വാദിക്കാൻ ആത്മാവുണ്ടല്ലോ. എൻ്റെ വീഴ്ചയും താഴ്ചയും ബലഹീനതയും എൻ്റെ എനിക്ക് ബോധം വരുത്താൻ ആത്മാവുണ്ടല്ലോ. എന്നെ വചനം മനസ്സിലാക്കി തരാൻ എനിക്ക് ആത്മാവുണ്ടല്ലോ. 2025 നവംബർ മാസം 16-ാം തീയതി ഞങ്ങളുടെ സഭയിലൊരു പാസ്റ്റർ വന്നു. ആരാധനാ യോഗത്തിലെ ആ സമയത്ത് പാസ്റ്റർ പറഞ്ഞു, ഞാൻ 21 ദിവസം ഉപവാസത്തിനിടയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയായിരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്ക് കിട്ടി. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടിയതിന് ശേഷം ഉപവാസമെല്ലാം 21 ദിവസം പൂർത്തിയാക്കി എഴുന്നേറ്റു. പക്ഷേ അതുവരെ മനസ്സിലായിട്ടില്ലാത്ത വചനത്തിൻ്റെ മർമ്മങ്ങൾ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. എൻ്റെ ശുശ്രൂഷ സമൂലമായി മാറി. എനിക്ക് ആകമാനം പരിവർത്തനം വന്നു. വീട്ടിലിടപെടേണ്ടത്, വിശ്വാസത്തോടെ ഇടപെടേണ്ടത്, ദൈവത്തോട് ഇടപെടേണ്ടത്, പ്രാർത്ഥിക്കാനിരിക്കേണ്ടതിൻ്റെ നില എന്താണെന്ന്, വില എന്താണെന്ന്, നിലവാരം എന്താണെന്ന് എനിക്ക് മാറ്റം വന്നു. എന്തുകൊണ്ട്, എപ്പോൾ മാറ്റം വന്നു? ആരായിരുന്നു അത്? ബൈബിൾ സെമിനാരി പഠിച്ചിറങ്ങി നേതൃനിരകളാൽ നിയോഗിക്കപ്പെട്ടതായ ഒരു ദൈവമനുഷ്യൻ പറയുന്നു, ഞാൻ ആത്മാവ് വന്നപ്പോൾ മാറ്റം വന്നു. വാക്ക് ചുരുക്കട്ടെ, അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ ദൈവം തന്നത് ദൈവത്തിൻ്റെ സമ്മാനത്തിലെ ആദ്യത്തെ പ്രധാന ഇനമാണെന്ന് ഓർക്കുക. ആദ്യം തന്നത് യേശുവിനെയാണ്, രണ്ടാമത് തന്നത് വചനത്തെയാണ്, മൂന്നാമത് തന്നത് യുഗം മാറ്റി തന്നതാണ്, നാലാമത് തന്നത് പരിശുദ്ധാത്മാവിനെയാണ്, അഞ്ചാമത് തന്നത് അഭിഷിക്തന്മാരെയാണ്. ഇത്രയും നന്മ ഈ ലോകത്തിന് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമായ സമ്മാനമാണ്. അത് കളഞ്ഞ്, അത് നിസ്സാരവൽക്കരിച്ച്, അതിനെ പീഡിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കൂടി പിടിവീഴുന്നൊരു സമയമുണ്ട്. ആ സമയത്തിൻ്റെ പേരാണ് മഹാപീഡനകാലം. ഇത് മാറിയാൽ മഹാപീഡനകാലം. ഇതെപ്പോൾ മാറും? സഭഭൂമം മാറും. എപ്പോൾ മാറും? സഭഭൂമം മാറും. കൃപായുഗം എപ്പോൾ തീരും? കർത്താവിൻ്റെ സഭയോട് നിന്ന് മാറ്റം വരുമ്പോൾ കൃപായുഗം പര്യവസാനിച്ചു. ശരി, ഈ ചിന്ത നിങ്ങളെ നന്നായി ഭരിക്കാനിടയാകട്ടെ. സ്വർഗീയ പിതാവേ, രക്ഷിതാവായ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനങ്ങളെ കേട്ടവരായ അങ്ങയുടെ ജനത്തോട്, എൻ്റെ ഈ പ്രിയപ്പെട്ടവരോട് കർത്താവെ, അവർക്ക് ബോധം നൽകുവാനിടപെടണമേ. അവരുടെ കണ്ണുകളെ തുറന്നു കൊടുക്കണമേ. അവരുടെ ബുദ്ധിയെ തുറന്നു കൊടുക്കണമേ. അവരുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കണമേ. അങ്ങ് ഹൃദയം തുറന്നിട്ടുണ്ട്, ബുദ്ധി തുറന്നിട്ടുണ്ട്, അങ്ങ് കണ്ണ് തുറന്നിട്ടുണ്ട്. അങ്ങയുടെ വചനം അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അടിങ്ങളത് വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ കേൾവിക്കാരായ ശ്രോതാക്കൾക്ക് കണ്ണ് തുറന്നു കൊടുക്കാൻ, ഹൃദയം തുറന്നു കൊടുക്കാൻ, ബുദ്ധി തുറന്നു കൊടുക്കാൻ പ്രാർത്ഥിച്ച് അങ്ങയുടെ കാര്യങ്ങൾ വരമേൽപ്പിക്കുന്നു. ഇളയവരുടെ ഈ അധ്വാനവും കഷ്ടപ്പാടും അനേകരെ കർത്താവിലേക്ക് നടത്താനുള്ള വഴിയായി, വാതിലായി കർത്താവ് അംഗീകരിക്കണമേ. അനേകരെ കർത്താവ് ആകർഷിക്കുമാറാകണമേ. ചെയ്താലും
എല്ലാ മഹത്വം അങ്ങേക്ക് നേരുന്നു. ഞങ്ങളെ താഴ്ത്തുന്നു. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. സ്വന്തം ജനത്തെ ചേർക്കാൻ, വിശുദ്ധ ജനത്തെ ചേർക്കാൻ വേഗം വരുന്ന യേശു രക്ഷിതാവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.